വണക്കം. തമിഴ്നാട്ടിൻ്റെ തളപതിയായിട്ടുള്ള വിജയ് അണ്ണൻ, ഈ തളപതി എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ, സംഭവം രജനീകാന്താണ് യഥാർത്ഥത്തിൽ തമിഴ്നാട്ടിലെ തളപതി എന്നറിയപ്പെട്ടുകൊണ്ടിരുന്നത്. സംഭവം രജനീകാന്ത് ദളപതി എന്ന് പറയുന്ന ആ മണിരത്നത്തിൻ്റെ ഒരു പടം ഇറക്കിയല്ലോ, അതിനുശേഷമാണ് രജനീകാന്ത് ദളപതി എന്നറിയപ്പെട്ടു തുടങ്ങിയത്. ഈ രജനീകാന്തിൻ്റെ ദളപതി കണ്ടുകൊണ്ട് രജനീകാന്ത് ആവാനാണ് വിജയ് ആദ്യം വരുന്നത്. അതിനുശേഷം വിജയ് എന്തായി, ആ തളപതി എന്ന പേര് ഇളയ തളപതി എന്നാക്കി. അതായത് ഞാനാണ് കുട്ടി രജനീകാന്ത് എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നു. ഇത് വിജയ് തന്നെ വിജയുടെ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്. അതായത് എൻ്റെ ഒരു ഫാൻ എനിക്കൊരു കത്ത് അയച്ചപ്പോൾ ആ കത്ത് തുറന്ന് നോക്കിയപ്പോൾ ഞാനതിനകത്ത് ഇളയ തളപതി എന്ന് കണ്ടു. അങ്ങനെ ഞാൻ ആ ഇളയ തളപതി എന്ന് പറഞ്ഞ പേരെടുത്ത് വെച്ചു എന്ന് പറയുന്നുണ്ട്. പിന്നെ രജനീകാന്ത് എന്ന് പറയുന്ന മനുഷ്യൻ അവിടെ ഞാനിപ്പോൾ പൊളിറ്റിക്സിൽ വരും, നാളെ പൊളിറ്റിക്സിൽ വരും, മറ്റന്നാൾ വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭാര്യയുടെ വാലിൻ തുമ്പത്ത് ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന ഒരു മനുഷ്യനാണ് രജനീകാന്ത് എന്നാണ് തമിഴിലെ മാധ്യമങ്ങൾ മുഴുവൻ പറയുന്നത്. ആ അമ്മ അവിടെ ഇരിക്കാൻ പറഞ്ഞാൽ തലവർ അവിടെ ഇരിക്കും, അമ്മ ഇവിടെ ഇരിക്കാൻ പറഞ്ഞാൽ തലവർ ഇവിടെ ഇരിക്കും, അമ്മ എഴയാൻ പറഞ്ഞാൽ തലവർ ഇറങ്ങി എഴയും. ഇങ്ങനെയാണ് രജനീകാന്തിൻ്റെ കേസ് എന്ന് പറയുന്നത്. പിന്നെ രജനീകാന്തിൻ്റെ മക്കൾ സ്വന്തം തന്തയെ കാണുന്നത് ഒരു ATM മെഷീനായിട്ടാണെന്നാണ് മാധ്യമങ്ങൾ പലപ്പോഴുമായിട്ട് അവിടെ പറയുന്നത്. അപ്പോൾ അങ്ങനെ വിജയ് വളർന്ന് ഈ ഇളയ തളപതിയിൽ നിന്നും വിജയ് തളപതിയായി മാറുകയായിരുന്നു. ഇപ്പോൾ വിജയ് തലൈവറായി മാറി. അപ്പോൾ ഇങ്ങനെയാണ് ഒരു സെറ്റപ്പ്. അപ്പോൾ ഇങ്ങനെ വിജയ് ഇങ്ങനെ വളർന്ന് തമിഴ്നാട്ടിൻ്റെ തളപതിയായി മാറി അവിടെ നിന്ന് പൊളിറ്റിക്സിലേക്ക് എത്തിയപ്പോൾ അവിടെ ഉണ്ടായ ഏറ്റവും വലിയൊരു വിമർശനമാണ് വിജയ് എന്ന് പറയുന്ന നടൻ യഥാർത്ഥത്തിൽ അയാളുടെ പിന്നിൽ ഇവാഞ്ചലിസ്റ്റുകളാണ്. തമിഴ്നാട് ഇവാഞ്ചലൈസ് ചെയ്യാനാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഒരു പരിപാടി എന്ന് പറയുന്നത്. അതായത് തമിഴ്നാട്ടിൽ ക്രിസ്ത്യൻ മതത്തെ വളർത്തുക എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ജോസഫ് വിജയ് എന്ന് പറഞ്ഞ ഈ പേരൊക്കെ വലിയ ചർച്ചയായി ഒരു സമയത്ത് മാറിയതും. നമുക്ക് കാര്യങ്ങളൊക്കെ അറിയാലോ. അതായത് ഇപ്പോൾ വടക്ക് കിഴക്ക് മുഴുവൻ ഇപ്പോൾ ഏകദേശമല്ലേ ഇപ്പം മൊത്തത്തിൽ ക്രിസ്തീയവൽക്കരിക്കപ്പെട്ട് കഴിഞ്ഞു. ഈ ക്രിസ്തീയവൽക്കരിക്കപ്പെട്ട് കഴിഞ്ഞാൽ വടക്ക് കിഴക്ക് വെട്ടിമുറിക്കാനായിട്ട് പല ആൾക്കാരും വന്നപ്പോഴാണ് ബംഗ്ലാദേശിൽ കലാപം ഉണ്ടായത് എന്ന വിഷയമൊക്കെ നമുക്ക് പച്ചയ്ക്കറിയാം. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ബംഗ്ലാദേശിൽ നിന്നും അവിടുത്തെ ഭരണാധികാരി ഷേഖ് ഹസീന ഓടി ഡൽഹിയിൽ വന്നിട്ട് ആദ്യം വിളിച്ചു പറഞ്ഞത് ഇതാണ്. അതായത് വടക്ക് കിഴക്ക് വെട്ടിമുറിച്ച് അവിടെ ഒരു പുതിയൊരു രാജ്യം, ഒരു ഇവാഞ്ചലിസ്റ്റിക് നേഷൻ കൊണ്ടുവരാനായിട്ട് ഞങ്ങളുടെ കൂടെ നിങ്ങൾ നിൽക്കണം എന്ന് ഷേഖ് ഹസീനയോട് പല ഡീപ് സ്റ്റേറ്റുകളും ആവശ്യപ്പെട്ടു. പക്ഷേ ഞാനത് ചെയ്തില്ല, അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് സ്ഥാനഭ്രഷ്ടയാക്കപ്പെട്ടു. വിജയ് തമിഴ്നാട്ടിൽ ഒരു തിരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വരികയാണ്. യഥാർത്ഥത്തിൽ വിജയ് അധികാരത്തിൽ വരുന്ന ഈ തെരഞ്ഞെടുപ്പ് അതിൽ വിജയിച്ചത് യഥാർത്ഥത്തിൽ വിജയ്ക്ക് പോലും ഒരു അത്ഭുതമാണോ എന്ന് പലപ്പോഴും പല ആൾക്കാരും തോന്നിയിട്ടുണ്ട്. ഈ ജെൻസി പ്രൊട്ടസ്റ്റ് എന്ന് പറയുന്ന സാധനം തെരുവിലേക്ക് ഇറങ്ങുമ്പോൾ ആ സർക്കാരിനെ അടിച്ചൊതുക്കാനായിട്ട് സാധിക്കും. പക്ഷേ തെരഞ്ഞെടുപ്പിൽ ഒരു ജെൻസി പ്രൊട്ടസ്റ്റ് ഉണ്ടായാൽ എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് നമുക്ക് ചിന്തിക്കേണ്ട വിഷയമാണ്. അങ്ങനെയാണ് വിജയ് അവിടെ തിരഞ്ഞെടുക്കപ്പെടുന്നത് എന്നും പറയുന്ന ആൾക്കാരുണ്ട്. എന്തായാലും ഇത് രണ്ടും അവിടെ നിൽക്കട്ടെ. വിജയ്ക്ക് പിറകിൽ സാന്റിയാഗോ മാർട്ടിനാണ്. ഈ സാന്റിയാഗോ മാർട്ടിന് പിറകിൽ ഒരുപാട് ദുരൂഹതയുണ്ട് എന്നുള്ള കഥകളും നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ അപ്പോഴും വിജയുടെ, അതായത് എൻ്റെ അണ്ണന് മതമില്ല, ജാതിയില്ല, എൻ്റെ അണ്ണൻ എന്ന് പറഞ്ഞാൽ അണ്ണൻ്റെ മനസ്സ് നിറയെ സ്നേഹം മാത്രമാണ്, മുത്തുമണിയാണ് അണ്ണൻ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന വിജയ് ഫാൻസിന് നമുക്കറിയാം. കാരണം വിജയ് എന്ന് പറയുന്നത് ഈ തമിഴ് സിനിമകളിലൊക്കെ, വിജയുടെ സിനിമകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. വിജയ് ഒരു സമയത്ത് ഭയങ്കര ഹൈന്ദവ ക്യാരക്ടറുകളൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഗില്ലിയിലെ വേലും, അഴകിയ തമിഴ് മകളിലെ പ്രസാദ്, കുരുവിയിലെ എന്തായാലും ഒരു പേരുണ്ട്, കുരുവി എന്നാണ് അതിൽ പേരെങ്കിലും. അടുത്തതായിട്ട് വിജയ് ചെയ്യുന്ന ക്യാരക്ടറാണ് മറ്റേ തുപ്പാക്കിയിലെ ജഗദീഷ്, ഭയങ്കര ക്യാരക്ടറാണ്. അത് കഴിഞ്ഞിട്ട് വിജയ് ചെയ്യുന്ന ക്യാരക്ടറാണ് കത്തിയിലെ കതിരേശൻ. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞ് പിന്നെ വിജയ് എന്തായി? വിജയ് ഒരു വലിയൊരു സ്റ്റാറിലേക്ക് കടക്കുകയാണ്. അതായത് ഇത്രയൊക്കെ ചെയ്ത് ഞാൻ പിടിച്ചു നിന്ന് കുഴപ്പമില്ല, ഇനി ഞാൻ സ്റ്റാർ ആവുകയാണ്. അതായത് ഇനി വിജയ് എന്ത് ചവർ കൊടുത്താലും ജനങ്ങൾ സ്വീകരിക്കുമെന്നുള്ള ലെവലിലേക്ക് എത്തിയപ്പോൾ വിജയ് പതുക്കെ ഹൈന്ദവ ക്യാരക്ടറുകളിൽ നിന്ന് മാറി. അടുത്ത വിജയ് ചെയ്യുന്ന ക്യാരക്ടറാണ് അയ്യോ സർ ഞാൻ ജോസഫ് കുറുവില്ല അടുത്തത്. അത് കഴിഞ്ഞ് വിജയ് ചെയ്യുന്ന ക്യാരക്ടറാണ് മൈക്കിൾ റായപ്പൻ. അത് കഴിഞ്ഞ് പിന്നെ വിജയ് ചെയ്യുന്ന ക്യാരക്ടറാണ് JD. അത് കഴിഞ്ഞ് പിന്നെ വിജയ് ചെയ്യുന്ന ക്യാരക്ടറാണ് ലിയോ. പിന്നെ ഒരു ക്രിസ്ത്യൻ ക്യാരക്ടറുകളാണ് വിജയ് കൂടുതലും ചെയ്ത് മുന്നോട്ട് വന്നത്. അങ്ങനെ പിന്നെ നമുക്കറിയാം, വിജയെ കാണുമ്പോൾ തന്നെ വിജയുടെ മൈക്കിൾ റായപ്പനിലൊക്കെ വിജയുടെ കഴുത്തിൽ കിടക്കുന്ന കൊന്തയൊക്കെ നല്ല രീതിയിൽ ഇറിച്ച് നിൽക്കുന്നുണ്ട്. ഇതേ കുരിശ് തന്നെ വിജയ്, അതായത് വിജയുടെ ലിയോ എന്ന് പറയുന്ന ഏറ്റവും വലിയ ഹൈപ്പുള്ള സിനിമ ഇറങ്ങിയപ്പോൾ ദാണ്ട വിജയുടെ കറക്റ്റായിട്ട് കുരിശ് വിജയുടെ ഫ്രണ്ടിൽ ഇങ്ങനെ വരച്ചു വെച്ചിരിക്കുന്ന ആ ഒരു ഫ്രെയിമാണ് ഈ ഫ്രെയിം. അങ്ങനെ വിജയ് ഈ ക്രിസ്തീയ ബിംബങ്ങളെ മഹത്വവൽക്കരിക്കാൻ തുടങ്ങി. പക്ഷേ പോരാത്തതിന് വിജയുടെ സിനിമയ്ക്കകത്ത് വിജയ് എപ്പോഴും പറയുന്നുണ്ടായിരുന്നു, അതായത് വിജയ് JD ആയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ, JD എന്ന് പറഞ്ഞാൽ പ്രൊഫസറായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇലക്ഷൻ നടക്കുകയാണ്. ഇലക്ഷൻ നടക്കുമ്പോൾ ഈ
ഇതുണ്ടല്ലോ, അതായത് ഇലക്ഷൻ നടക്കുമ്പോൾ നോമിനേഷൻ കൊടുക്കാനായിട്ട് ഒരു പെണ്ണും പിള്ള, അതായത് ഒരു കൊച്ചുകുട്ടി വിജയുടെ അടുത്ത് വരുമ്പോൾ വിജയ് പറയും ഇവിടെ പേര്, ഇത് കഴിഞ്ഞ് ഇതെന്തമ്മാന്ന് ചോദിക്കുമ്പോൾ പറയും ഇത് റിലീജിയനാണ് സാർ. അപ്പോൾ വിജയ് അത് വലിച്ചു കീറിയിട്ട് പറയും റിലീജിയൻ നമുക്ക് വേണ്ട, അത് ഭയങ്കര ഭയങ്കര മോശപ്പെട്ട ഒരു സാധനമാണ് എന്ന് വിജയ് പറയും. പക്ഷേ ഈ റിലീജിയൻ നമുക്ക് വേണ്ടമ്മ, അത് വലിയ മോശപ്പെട്ട സംഭവമാണെന്ന് വിജയ് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഹൈന്ദവർ റിലീജിയൻ തൂക്കിയെറിയും. കാരണം യവന്മാർക്ക് അതുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല, അത് പഠിക്കാനും പോകുന്നില്ല, അത് പഠിപ്പിക്കുന്ന സ്കൂളുകളുമില്ല, എന്താണ് റിലീജിയനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ആക്ടിവിറ്റീസും നടത്തുന്നില്ല. പക്ഷേ മറ്റേ രണ്ട് റിലീജിയൻസ് അങ്ങനെയല്ല. അതായത് വിജയ് റിലീജിയൻ വേണ്ട അമ്മ എന്ന് പറഞ്ഞ് പറിച്ചെറിഞ്ഞാൽ പോലും ഇവർക്കുള്ളിൽ, അതായത് ഇവർ സൺഡേ ക്ലാസ്സിൽ പോകുന്നുണ്ട്, അല്ലെങ്കിൽ അവർ മദ്രസയിൽ പോകുന്നുണ്ട്, ഇങ്ങനെ അവർ പോകുന്നത് കൊണ്ട് അവരുടെ കയ്യിൽ നിന്നും റിലീജിയൻ പറിച്ചെറിയാൻ പറ്റില്ല. ഒരു ഹിന്ദുവായിട്ടിരിക്കുന്ന ആളെ ഒരു എത്തീസ്റ്റ് ആക്കാൻ വളരെ എളുപ്പമാണ്, ഭയങ്കര ഈസിയാണ്. അതേസമയം ഒരു മുസ്ലിം ആയിട്ടിരിക്കുന്ന ഒരാളെ ഒരു എത്തീസ്റ്റ് ആക്കണമെങ്കിൽ, അല്ലെങ്കിൽ അയാൾ എത്തീസ്റ്റായിട്ട് ചിന്തിച്ച് വരികയാണെങ്കിൽ പോലും ഒരുപാട് കാര്യങ്ങളുണ്ട്. സാമൂഹിക ബഹിഷ്കരണം നേരിടേണ്ടി വരും, ചിലപ്പോൾ കൊല്ലപ്പെട്ടെന്ന് വരാം, അങ്ങനെ ഒരുപാട് കഥകൾ ലോകത്തെമ്പാടുമുണ്ട്. അതുകൊണ്ട് അതിനകത്ത് നിന്ന് എത്തീസ്റ്റ് ആവാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഹിന്ദുക്കൾ പെട്ടെന്ന് എത്തീസ്റ്റ് ആവും, അതായത് എത്തീസ്റ്റ് ആക്കാനായിട്ട് ഈസിയാണ്. അങ്ങനെ ഈ തമിഴ്നാട്ടിൽ ഈ ക്രിസ്ത്യൻ ക്യാരക്ടറുകൾ വിജയ് ഒരുപാട് ഇങ്ങനെ കൊണ്ടുവന്നു. അതിന് മുമ്പ് വിജയ് വലിയ സ്റ്റാർ ആവുന്നതിന് മുമ്പ് വിജയ് ചെയ്തുകൊണ്ടിരുന്നത് ഹിന്ദു വേഷങ്ങളായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ക്രിസ്ത്യൻ വേഷങ്ങൾ കൊണ്ടുവന്നു. അപ്പോൾ ഇതൊക്കെ വച്ചുകൊണ്ടാണ് തമിഴ്നാട്ടിൽ പല ആൾക്കാരും പറഞ്ഞത് ഇവാഞ്ചലൈസേഷനാണ് വിജയുടെ ലക്ഷ്യമെന്ന്. പക്ഷേ ഇപ്പോൾ വിജയ് അധികാരത്തിൽ കയറിയ ശേഷം വിജയ് എന്താണ് ചെയ്യുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. കഴിഞ്ഞ ദിവസം മദ്രാസ് ഹൈക്കോടതിയുടെ ഒരു സുപ്രധാനമായിട്ടുള്ളൊരു വിധി വന്നു. അവിടെ ഒരു ഹർജി വരുന്നു. ഈ ഹർജിക്കകത്ത് ഈ ഹർജിക്കാരൻ പറയുന്ന സംഭവം എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിൽ ചർച്ചുകൾ കൂടുതലായി ഉയർന്നു വരികയാണ്. ഈ ചർച്ചുകൾ എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ പള്ളികൾ, ചർച്ചുകൾ കൂടുതലായി കെട്ടുകയാണ്. ഇവർ ഈ ചർച്ചുകൾ കെട്ടുന്നത് എവിടെയാണ്? ഈ പ്രശസ്തമായിട്ടുള്ള നൂറ്റാണ്ടുകൾ പഴക്കമുള്ള തമിഴ് പൺപാടാണല്ലോ ഇവന്മാരുടെ മെയിനായിട്ടുള്ള സാധനം. അപ്പോൾ ഈ തമിഴ് പൺപാടെന്ന് പറയുന്ന സാധനം യഥാർത്ഥത്തിൽ ഒരു കൾച്ചറാണ്. ആ കൾച്ചറിന് ഹിന്ദുയിസം ഇല്ലാതെ ഒരു നിലനിൽപ്പില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു തമിഴ് പൺപാടിലൂടെ ഇങ്ങനെ പോകുന്ന ഒരു സംഭവം ആയതുകൊണ്ട് തന്നെ ഒരുപാട് മഹാക്ഷേത്രങ്ങൾ തമിഴ്നാട്ടിലുണ്ട്. അങ്ങനെ മഹാക്ഷേത്രങ്ങൾക്കടുത്താണ് ഈ ചർച്ചുകൾ വരുന്നത്. അതിലൊരു ചർച്ച് വരുന്നത് കോയമ്പത്തൂരിൽ നൂറ്റാണ്ടിലധികം പഴക്കമുള്ള മാരിയമ്മൻ കോവിലിന് തൊട്ടടുത്തായിട്ടാണ് ഈ ചർച്ച് നിർമ്മിക്കുന്നത്. ഈ ചർച്ച് മദ്രാസ് ഹൈക്കോടതി പറഞ്ഞു നിർമ്മിക്കേണ്ട എന്ന് പറഞ്ഞിരിക്കുകയാണ്. താൽക്കാലികമായിട്ടുള്ള വിലക്കാണ് മദ്രാസ് ഹൈക്കോടതി ഈ ചർച്ചിന് കൊടുത്തിരിക്കുന്നത്. അതായത് നിർമ്മിക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്, അതായത് താൽക്കാലികമായിട്ടുള്ള സ്റ്റേ കൊടുത്തിട്ടുണ്ട്. എന്താണ് കാരണം? ഒരു പ്രദേശത്തെ ഭൂരിപക്ഷ സമുദായത്തിൻ്റെ ശക്തമായ എതിർപ്പുകളെ അവഗണിച്ചുകൊണ്ട് ഇവിടെ ആ ചർച്ച് പണിയാനായിട്ട് സാധിക്കില്ല എന്നാണ് കോടതി പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തോന്നും അതെന്തിനാണ് ഭൂരിപക്ഷം അവിടെ എതിർക്കുന്നത്? കോയമ്പത്തൂർ പോലൊരു പ്രദേശത്ത് മാരിയമ്മൻ ക്ഷേത്രം, അതായത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മാരിയമ്മൻ ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്തൊരു ചർച്ച്, ഒരു ക്രിസ്ത്യൻ ചർച്ച് വരികയാണ്. ഭൂരിപക്ഷ സമുദായം അതിനെ എതിർക്കുകയാണ്. അതായത് പ്രാദേശിക ഭരണകൂടങ്ങൾക്ക് അത്ര നിസ്സാരമായിട്ട് കാണാൻ പറ്റുന്ന ഒരു പരിപാടിയല്ല അവിടെ നടക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കോയമ്പത്തൂർ കലാപ്പട്ടി സ്വദേശിയായ എൻ ബാലസുബ്രഹ്മണ്യമാണ് ഈ ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. ജസ്റ്റിസുമാരായ GR സ്വാമിനാഥൻ, V ലക്ഷ്മിനാരായണൻ എന്നിവരടങ്ങിയ ബെഞ്ചിന്റെ ഉത്തരവാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ചർച്ച് നിർമ്മാണത്തിന് ജില്ലാ കളക്ടറും റവന്യൂ ഡിജിറ്റൽ ഓഫീസറും പോലീസ് സംരക്ഷണം അനുവദിച്ചതിനെ ചോദ്യം ചെയ്താണ് കോടതിയെ ഇയാൾ സമീപിച്ചത്. ഈ ചർച്ച് നിർമ്മിക്കുമ്പോൾ പോലീസ് പ്രൊട്ടക്ഷനിലാണ് ഈ ചർച്ച് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ഭൂരിപക്ഷ സമൂഹത്തിൻ്റെ ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്തായി ഒരു പള്ളി നിർമ്മിക്കുന്നതിനെ ശക്തമായി എതിർക്കുമ്പോൾ അധികാരികൾ അത് കാണാതെ പോകരുത് എന്ന് ഹൈക്കോടതി പറയുന്നു. അതായത് അവരുടെ ഒരു പ്രതിഷേധമുണ്ടെങ്കിൽ അത് എന്തിനാണ് പ്രതിഷേധിക്കുന്നത് എന്ന് അറിയണം എന്ന് കോടതി ചോദിക്കുകയാണ്. മുൻപ് ബോംബ് സ്ഫോടനങ്ങൾക്കും വർഗീയ സംഘർഷങ്ങൾക്കും സാക്ഷ്യം വഹിച്ച കോയമ്പത്തൂർ അതീവ വൈകാരിക പ്രാധാന്യമുള്ളൊരു നഗരമാണ്. ക്രിസ്ത്യൻ കുടുംബങ്ങൾ വളരെ കുറവുള്ളൊരു പ്രദേശത്ത്, ഇതാണ് ആ പോയിന്റ്. അതായത് ക്രിസ്ത്യൻ കുടുംബങ്ങൾ വളരെ കുറവുള്ള ഒരു പ്രദേശത്ത് മാരിയമ്മൻ കോവിലിന് തൊട്ടടുത്ത് തന്നെ പള്ളി നിർമ്മിക്കാൻ നീക്കം നടക്കുന്നതിന് പിന്നിൽ ദുരുദ്ദേശങ്ങളുണ്ടെന്നുള്ള വാദം കോടതി പറഞ്ഞു തള്ളിക്കളയാനാകില്ല. ക്രിസ്ത്യൻ കുടുംബങ്ങൾ അവിടെ വളരെ കുറവാണ്. അങ്ങനെ വളരെ കുറവായിട്ടൊരു സ്ഥലത്ത് ചർച്ച് നിർമ്മിക്കാം. പക്ഷേ മാരിയമ്മൻ കോവിലിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇതുകൊണ്ട് നിർമ്മിക്കണം എന്ന് എന്താണ് ഇത്ര ഒരു ഛേദോവികാരം എന്ന് കോടതി ചോദിച്ചു. പോരാത്തതിന് പ്രദേശത്ത് 1000 കുടുംബങ്ങളുള്ളതിൽ 950 കുടുംബങ്ങളും ഹിന്ദു കുടുംബങ്ങളാണ്. ഈ 1000 കുടുംബങ്ങളിൽ 950 ഹിന്ദു കുടുംബങ്ങളും 15 മുസ്ലിം കുടുംബങ്ങളും വളരെ കുറച്ച് ക്രിസ്ത്യൻ കുടുംബങ്ങളും മാത്രമാണ് അവിടെ ഉള്ളത്. റവന്യൂ രേഖകളും, അതായത് റവന്യൂ രേഖകളിൽ നിന്ന് കണ്ടെത്തിയതാണ് അവിടെ എത്ര പേരാണ് ഹിന്ദുക്കൾ. ആ കണ്ടെത്തിയ ആ ഒരു കാര്യവും ചൂണ്ടിക്കാട്ടിയാണ് കോടതി ഇങ്ങനൊരു സ്റ്റേ അനുവദിച്ചിരിക്കുന്നത്. നിർദ്ദിഷ്ട ഭൂമി സ്വകാര്യ വ്യക്തിയുടേതല്ലെന്നും പൊതുവഴിയിലാണെന്നും റവന്യൂ രേഖകളിൽ കോടതി ചൂണ്ടിക്കാട്ടുന്നു. അതായത് ഇതൊരു പൊതുവഴി കൂടെയാണ്. ഈ മാരിയമ്മൻ ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്ത് ഈ പള്ളി പണിയുന്ന സ്ഥലം
അത് പൊതുവഴിയാണ്, സ്വകാര്യ ഭൂമി പോലുമല്ല, അവിടെയാണ് ഇത് പണിയുന്നത്. സംതിങ് ഫിഷി എന്ന് കോടതി പറഞ്ഞിരിക്കുകയാണ്. ഇനി ഈ ഹർജിക്കാരൻ ഇതിനകത്ത് എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രിയായിട്ടുള്ള സി ജോസഫ് വിജയുടെ നേതൃത്വത്തിലുള്ള പുതിയ സർക്കാർ അധികാരമേറ്റതിന് ശേഷമുള്ള രാഷ്ട്രീയ സാഹചര്യം കോടതി പരിശോധിക്കണം എന്നാണ് ഇയാൾ പറയുന്നത്. അതായത് തമിഴ്നാട്ടിനെ സമ്പൂർണ്ണമായിട്ട് വിഴുങ്ങാനുള്ളൊരു പദ്ധതിയാണ് ഇവർ ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുന്നത്. അണ്ണ, തങ്കച്ചി, തങ്കേ, അക്ക, ചക്ക എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അണ്ണൻ്റെ വലിയ രീതിയിലുള്ള പ്രകടനങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇങ്ങനൊരു സാഹചര്യത്തിൽ ഇത് കോടതി പരിശോധിക്കണമെന്ന് ഹർജിക്കാരൻ കൃത്യമായിട്ട് തൻ്റെ ഹർജിയിൽ പറയുന്നുണ്ട്. ഹർജിക്കാരൻ്റെ അഭിഭാഷകൻ അതുകൊണ്ട് അടിയന്തരവാദം ആവശ്യപ്പെട്ടു. നിയമസഭാ സ്പീക്കർ JCD പ്രഭാകർ തൻ്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ ബൈബിൾ വചനങ്ങൾ ഉപയോഗിച്ചതും മുൻപ് പ്രതിപക്ഷ നേതാവ് ഉദയനിധി സ്റ്റാലിൻ സനാതനധർമ്മം നിർമ്മാർജ്ജനം ചെയ്യണമെന്ന് ആഹ്വാനം ചെയ്തതും തീവ്രവാദ സംഘടനകൾക്ക് ആത്മവിശ്വാസം നൽകിയിട്ടുണ്ട് എന്നാണ് ഹർജിക്കാരൻ്റെ വാദം. എന്നാൽ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറിയാലും നിയമം അതിൻ്റെ വഴിക്കേ പോകൂ എന്ന് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം ഭൂരിപക്ഷത്തിൻ്റെ താല്പര്യങ്ങൾക്ക് കോടതി എപ്പോഴും വഴങ്ങിക്കൊടുക്കുന്ന രീതിയിൽ തൽക്കാലം ഇതിനെ കാണണ്ട എന്നും കോടതി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പരിശോധിക്കും എന്നാണ് കോടതി കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇനി ജസ്റ്റിസ് GR സ്വാമിനാഥൻ്റെ ഉത്തരവുകൾ മുൻപും വിവാദമായിട്ടുണ്ട്. ഈ ജസ്റ്റിസിൻ്റെ ഉത്തരവ് അതിൽ കാർത്തിക ദീപം ഉത്സവവുമായി ബന്ധപ്പെട്ട ദീപത്തൂൺ കേസിൽ ഹിന്ദു ഭക്തർക്ക് ദീപം തെളിയിക്കാൻ അനുമതി നൽകിയതിനെ തുടർന്ന് 100-ലധികം MP-മാർ ഇദ്ദേഹത്തിനെ ഇംപീച്ച് ചെയ്യാനായിട്ട് രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. പുതിയ കോടതി വിധിക്കെതിരെ വലിയ വിമർശനങ്ങളാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് ഉയർന്നു വരുന്നത്. അതെന്താ, വള്ളി പണിയാൻ പറ്റില്ലേ, ഒരു ക്ഷേത്രം ഉണ്ടെന്ന് പറഞ്ഞ് നമുക്കെന്താ വള്ളി പണിത എന്നൊക്കെ പറഞ്ഞുള്ളൊരു സാധനമാണ് അവിടെ ഉയർന്നു വരുന്നത്. പക്ഷേ ഈ ഹർജിക്കാരൻ ഇങ്ങനെ വാദം മുന്നിലേക്ക് വച്ചതും കോടതി അതിന് സ്റ്റേ കൊടുത്തിട്ടുണ്ട്. ഇനി വരും ദിവസങ്ങളിൽ ഇത് ഏത് രീതിയിലോട്ട് മാറും എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണം. അപ്പോൾ ശരി.